അതിൽ തന്നെ സുബഹിയുടെയും അസറിന്റെയും പ്രത്യേക മഹത്വം അവിടുന്ന് വിശദീകരിക്കുകയുണ്ടായി. യജ്തമിഉ മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ ഫീ സ്വലാത്തിൽ ഫജ്രി. രാത്രിയിലുള്ള മലക്കുകളും പകൽ സമയത്ത് ഡ്യൂട്ടിയുള്ള മലക്കുകളും സുബഹി ജമാഅത്തിൽ ഒത്തുചേരുന്നു എന്നാണ് അവിടുന്ന് പറയുന്നത്. മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം, ഈമാൻ കാര്യങ്ങളെ പറ്റിയുള്ള വിശദീകരണ വേളയിൽ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ള ഒരുപാട് ഡ്യൂട്ടികൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകൽ സമയത്തുള്ള കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട മലക്കുകളുണ്ട്, രാത്രി സമയത്തുള്ള ജോലികൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ മലക്കുകളുമുണ്ട്. ഈ രണ്ട് സമയത്തുള്ള മലക്കുകളുടെയും സംഗമവേദിയാണ് സുബഹി ജമാഅത്ത്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പ്രത്യേകം മലക്കുകൾ തിങ്ങി നിറയുന്ന സദസ്സാണ്. അതിന് ഏറ്റവും കൂടുതൽ പുണ്യമുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്ർ നമസ്കാരം സാക്ഷി നിർത്തപ്പെടുന്ന നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചു. മശ്ഹൂദ് സാക്ഷി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പകൽ സമയത്തും രാത്രി സമയത്തും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പടച്ചതമ്പുരാന്റെ മലക്കുകൾ നിറഞ്ഞുന്ന ഒരു സദസ്സാണത് എന്നാണ് അവിടെ പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അതിന് വ്യാഖ്യാനം എഴുതിയ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യാഖ്യാനമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസലാത്തിൽ അസ്രി ثم يعرج الذين باتوا فيكم فيسألهم ربهم وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചക തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യതആഖബൂന ഫീകും, നിങ്ങളിൽ മാറി മാറി വരും, നിങ്ങളിൽ ഊഴം സ്വീകരിച്ചുകൊണ്ട് മാറി മാറി വരും. മലായികത്തുൻ ബില്ലൈലി, രാത്രിയിലുള്ള മലക്കുകളും, മലായികത്തുൻ ബിന്നഹാർ, പകൽ സമയത്തുള്ള മലക്കുകളും. വയജ്തമിഊന, അവർ ഒരുമിച്ച് കൂടുന്ന രണ്ട് നിസ്കാരങ്ങളാണുള്ളത്. രണ്ട് സമയത്തുള്ള മലക്കുകളും ഒത്തുകൂടുന്ന രണ്ട് നിസ്കാരം. ഈ സ്വലാത്തിൽ ഫജ്രി സുബഹി ജമാഅത്തിലും വസലാത്തിൽ അസ്രി അസ്ർ ജമാഅത്തിലും. എന്നിട്ട് സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും, നിങ്ങളോടൊപ്പം രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ള മലക്കുകൾ അവർ രാവിലെ പടച്ചതമ്പുരാന്റെ അടുത്തേക്ക് കയറിപ്പോവുകയും അവരോട് റബ്ബുൽ ആലമീൻ ചോദിക്കും. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആ സന്തോഷം കേൾക്കാൻ വേണ്ടി ചോദിക്കുമെന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. കൈഫ തറക്തും ഇബാദി, മലക്കുകളോട് അള്ളാഹുവിന്റെ ചോദ്യം, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പോരുമ്പോ എന്താണ് എന്റെ അടിമകളുടെ അവസ്ഥ? അപ്പോ മലക്കുകൾ പറയും, ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ ഫഅതൈനാഹും വഹും യുസല്ലൂൻ. റബ്ബേ, ഞങ്ങൾ ചെന്നപ്പോഴും തറക്കിനാഹും, ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നത് വഹും യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്ന സമയത്താണ്, നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ചെന്നപ്പോഴും ഫഅതൈനാഹും വഹും യുസല്ലൂൻ, ചെന്നപ്പോഴും അവർ നിസ്കാരത്തിലാണ്, തിരിച്ചു പോരുമ്പോഴും നിസ്കാരത്തിലായിട്ടാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് പറഞ്ഞ ഉടനെ അവർ അവിടെ വെച്ചും പടച്ചവനോട് പറയുന്നതാണ്, അതുകൊണ്ട് റബ്ബേ ഫഗ്ഫിർ ലഹും യൗമദ്ദീൻ, എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന യൗമുദ്ദീനിൽ, പ്രതിഫല നാളിൽ ആ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും ആളുകൾക്കും വേണ്ടി റബ്ബേ അവരുടെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണമേ എന്ന് ആ മഹത്തായ സദസ്സിൽ ഹാജരായിക്കൊണ്ട് പുണ്യത്തിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പ്രവാചക തിരുമേനിയുടെ വിശദീകരിക്കുകയുണ്ടായി.